ഹലോ, നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും എന്താണ് പിന്നെയും ഈ സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന എല്ലാവർക്കും അറിയും ഇത് എവിടെയാണെന്നുള്ളത്. ഇത് നമ്മുടെ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയും വൈകുന്നേര സമയത്താണ്. അപ്പൊ ഈ ഒരു കന്യാകുമാരി ട്രിപ്പിന്റെ പ്രത്യേകത കൂടാതെ ഞങ്ങളൊരു ഫാമിലി ആയിട്ട് ഉള്ളൊരു ട്രിപ്പാണ്. ഇതിനു മുന്നേ ഞങ്ങൾ കന്യാകുമാരി വന്നത് ഏകദേശം ഒരു മാസം മുന്നേ. അപ്പൊ എപ്പോഴെപ്പോഴും കന്യാകുമാരി ആണോ എന്ന് വെച്ചാൽ അത് രണ്ട് പ്രാവശ്യമാണ് കന്യാകുമാരി വരേണ്ടി വന്നു. അപ്പൊ ഈ കന്യാകുമാരി ട്രിപ്പിന് കുറച്ച് വ്യത്യസ്തമായ സ്ഥലങ്ങളാണ് നമ്മൾ പോകുന്നത്. നേരത്തെ പോയ ഒരു സ്ഥലങ്ങൾ നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്തില്ല. അപ്പം നിങ്ങൾ യാത്ര തുടങ്ങിയിട്ട് വാ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടുന്ന് ട്രിവാൻഡ്രത്താണ് തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് തിരിച്ചു കന്യാകുമാരിയിലേക്ക് പോകുന്നു. നമ്മൾ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞു. കഴിഞ്ഞ കന്യാകുമാരി ട്രിപ്പിൽ പോയ ഒരു സ്ഥലത്തുമല്ല നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ മാർത്താണ്ഡത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായ സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ പോകുന്നത് ദേവസഹായം പിള്ളയുടെ പള്ളിയും വീടും ഉള്ള സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ദേവസഹായം പിള്ളയെ കുറിച്ച് ഞാൻ വഴിയെ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതാണ് നമ്മൾ വന്ന വണ്ടി. അതിൽ പ്രാർത്ഥനാ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്ത്യൻസിന് മാത്രമല്ല ഏത് മതക്കാർക്കും ഇവിടെ വരാം, പ്രാർത്ഥനയിൽ പങ്കെടുക്കാം, ഒക്കെ ചെയ്യാം. അപ്പം എന്തെങ്കിലും കുന്തമാലയൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. അപ്പം നമ്മൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഹോളാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റിലാണ് അദ്ദേഹത്തിന്റെ പള്ളി എന്ന് പറയുന്നത്. അപ്പം ഈ പള്ളിയാണ് നമ്മൾ ദേവസഹായം പിള്ളയുടെ വീടിനോട് ചേർന്നിരിക്കുന്ന പള്ളി. ഇതിന്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് നമ്മൾ ഇദ്ദേഹത്തിന്റെ വീടുള്ളത്. അപ്പം അദ്ദേഹത്തെ കുറിച്ച് കേരള ചരിത്രത്തിൽ നമ്മുടെ തമിഴ്നാട്ടിലും വളരെയധികം ബന്ധമുള്ള ആളാണ് നമ്മുടെ ദേവസഹായം പിള്ള എന്ന്. നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ ഒരു വിശുദ്ധന്റെ രൂപമാണ് നമുക്ക് വരുന്നത്. പക്ഷെ എങ്കിലും ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത ഒരാളാണ് ദേവസഹായം പിള്ള. നമ്മളിൽ പലരും വിശ്വാസികളാണെങ്കിലും ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വിശ്വാസം മാറുന്നവരാണ്. ഞാനിപ്പോൾ കയറി ചെല്ലുന്നത് ഒരു തമിഴ്നാട്ടിലെ വീട്ടിലേക്കാണെങ്കിലും ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ രീതി കാണുമ്പോൾ നമ്മുടെ പഴയ തിരുവിതാംകൂറിന്റെ നാലുകെട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോഴും തരുന്നത്. കാരണം ദേവസഹായം പിള്ളയുടെ വീടാണ്. അദ്ദേഹം ജോലി ചെയ്തത് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്റെ നിലയിലാണ് അദ്ദേഹം ജോലി ചെയ്തത്. അപ്പോൾ കന്യാകുമാരി ജില്ലയിലെ നട്ടാലത്ത് ജനിച്ച് നീലകണ്ഠ പിള്ള എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര്. പിൽക്കാലത്ത് അയാൾ ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ ലാസറസ് ദേവസഹായം എന്ന പേര് സ്വീകരിക്കേണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും കാര്യങ്ങളുമാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഓരോ ജീവിതത്തിലെ ചില കാര്യങ്ങൾ അവിടെ വരച്ചു വെച്ചതാണ് നിങ്ങൾ നേരത്തെ കണ്ട ആ വാൾ പെയിന്റിങ്സിന്റെ. അപ്പൊ അദ്ദേഹം തിരുവിതാംകൂർ രാജാവിന്റെ കൊട്ടാരത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു പറഞ്ഞു. അദ്ദേഹം 1745 ക്രിസ്തു മതം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ പടത്തലവനായ ഡിലോനോയുടെ സുഹൃത്ത് ബന്ധത്തിലാണ് അദ്ദേഹം ഈ ക്രിസ്ത്യാനിത്വം സ്വീകരിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ പിൽക്കാലത്ത് വധശിക്ഷയ്ക്ക് വരെ വിധിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം അന്ന് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചപ്പോൾ അയാളുടെ ജാതി മതത്തിനെതിരെ സംസാരിക്കുകയും അതുപോലെ തന്നെ എല്ലാവരും തുല്യരായി കണ്ടത് അന്നത്തെ രാജകൊട്ടാരത്തിൽ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവര് രാജാവിനോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു. സാധാരണ നാട്ടിലുള്ളത് പോലെ തന്നെയാണ് അന്നത്തെ കാലത്ത്. അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ കാണുന്നത് ആ വീട്ടിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. ഒരുപാട് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള സാധനങ്ങളാകാനാണ് സാധ്യത. 1745 അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുന്നത്. അപ്പൊ അതിന് മുന്നോ അല്ലെങ്കിൽ അടുത്തുള്ള വർഷങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാകാം ഇപ്പോഴും ആ വീട്ടിലുള്ളത്. അപ്പം ആ വീടിന്റെ ഓരോ ചുമരിലും അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെന്നാൽ അവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയും. അപ്പം ഇതാണ് ആ ഒരു വീട്. നമുക്ക് തമിഴ്നാട്ടിലൊരു വാസ്തുവിദ്യയിലല്ല ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കറക്റ്റ് നമ്മൾ കാണുന്നത് കേരളീയമായ രീതിയിലാണ് ഈ ഒരു വീടിന്റെ രൂപകൽപ്പന ഉള്ളത്. അപ്പൊ നമ്മളിതാണ് വീടിന്റെ ഫ്രണ്ട്. അപ്പൊ നമ്മൾ ഇത് കണ്ടു നിൽക്കുന്ന സമയത്ത് നമുക്ക് പോകാനുള്ള സമയം നമ്മളെ ബസ് വന്നു. അപ്പൊ ഞങ്ങൾ ഇനി പോകുന്നതും ദേവസഹായം പിള്ളയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയാണ്. മുട്ടടിപ്പാൻ പാറ എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അദ്ദേഹത്തിനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന വഴിക്കാണ്, അതായത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കാറ്റാടി മലയിലേക്കാണ് അദ്ദേഹത്തിനെ വധശിക്ഷ നടപ്പിലാക്കാൻ കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണിത്. അപ്പൊ നമുക്ക് ആദ്യമേ ആ വിശേഷങ്ങൾ കണ്ടുവരാം. ഈ പള്ളിയും ഇതിനടുത്തുള്ള ഒരു പാറയാണ് മുട്ടടിപ്പാൻ പാറ എന്നത്. അപ്പൊ നമുക്ക് ഈ കാണുന്ന ഓരോ പ്രതിമകളിലും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രമാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. എങ്ങനെയാണ് കൊണ്ടുപോയത്, എന്തൊക്കെയാണ് അതിന്റെ രീതികളെന്നുള്ളത് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്.
അപ്പം ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് മുട്ടടിപ്പാൻ പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹം എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ എന്തായിരുന്നു, എന്തൊക്കെ ഇത് നമ്മൾ നേരത്തെ കാണുന്ന ഡിലിനയുമുള്ള ബന്ധമാണ് ക്രിസ്തുമതം സ്വീകരിക്കുന്ന കാര്യം. അപ്പം ഇതൊക്കെയാണ് അവിടെ ഓരോ ചെറിയ ചെറിയ പ്രതിമകളിലും അവർ ചെയ്തു വെച്ച്. ഈ കാണുന്നത് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് കൊണ്ടുവന്ന ഒരു പോത്തിന്റെ പുറത്തിരുത്തിയാണ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് കൊണ്ടുവന്നത്. ഈ മുട്ടടിപ്പാൻ പാറയുടെ ചരിത്രം എന്ന് പറയുന്നത്, അതായത് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം വെള്ളം, അതായത് ദാഹിക്കുകയും അതിന് ഒരു ജലം ചോദിച്ചപ്പോൾ അവര് പട്ടാളക്കാര് കൊടുത്തത് മലിനജലമാണ്. അപ്പൊ അത് കുടിക്കാൻ കഴിയാതെ അദ്ദേഹം വളരെ സങ്കടത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കൈ മുട്ട് ചുരുട്ടി ഒരു പാറയിൽ ഇടിക്കും, അവിടെ നീരുറവ ഉണ്ടായെന്നാണ് ആ വിശ്വാസം. നമുക്ക് ആ പാറയും കാര്യങ്ങളും ഇപ്പോഴും അവിടെ കാണാൻ കഴിയും. ആ പാറയിൽ അദ്ദേഹം മുട്ടുകൂട്ടി നിന്ന ആ പാടും കൈമുട്ട് ചുരുട്ടി ഇടിച്ചപ്പോൾ ഉണ്ടായ നീരുറവയും ഇപ്പോഴും അവർക്ക് അവിടെ കാണാൻ കഴിയും. വിശ്വാസികളുടെ ഭയങ്കര എന്താ പറയാ, അത്രയും ഡിവൈൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ മുട്ടടിപ്പാൻ പാറ എന്ന് പറയുന്നത്. അപ്പൊ ഈ പള്ളിയും അതുപോലെ തന്നെയാണ്, നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു പള്ളി അല്ലെങ്കിൽ ഒരു സ്പേസ് തന്നെയാണ് വരുന്നത്. എല്ലാവർക്കും വരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാറയും അതിന്റെ ചരിത്രവും. അതിന്റെ ചരിത്രം ഈ കല്ലിൽ കുത്തിവെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാറ. അപ്പം വളരെ പരിശുദ്ധമായ ഒരു സ്ഥലമാണ് മുട്ടടിപ്പാൻ പാറ. ദേവസഹായം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഇവിടെ ഇപ്പോഴും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം. നിങ്ങൾക്ക് ആ വിശുദ്ധ ജലം ഇപ്പോഴും ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ വിശേഷങ്ങളെ കണ്ടിട്ട് നമ്മൾ ഇനി പോകുന്നത് ദേവസഹായം പിള്ളയും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മൾ മനസ്സിൽ കൊണ്ട് ഇനി പോകുന്നത് വേറൊരു അടിപൊളി സ്ഥലത്ത്. ഇത്രയും കാലം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഭയങ്കര ശോകമായ കഥയാണ്. അപ്പൊ ഇനി പോകുന്നത് അങ്ങനെയൊന്നുമല്ല, നമ്മളൊരു അടിപൊളി സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ അറിയാവുന്ന സ്ഥലമായിരിക്കും. അപ്പൊ നമ്മൾ തമിഴ്നാട്ടില് ഇനി പോകുന്നത് പഴത്തോട്ടമാണ്. പഴത്തോട്ടം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 100 വർഷമെങ്കിലും ഈ ഒരു പഴക്കമുണ്ട് നമ്മുടെ ഈ പഴത്തോട്ടത്തിന്. 1922 ഇത് സ്ഥാപിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി പോകുന്നത് പഴത്തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് നമ്മുടെ ലഞ്ച്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറഞ്ഞത്. ഇതാണ് മെയിൻ എൻട്രൻസ്. അപ്പൊ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്താൽ മാത്രമേ അവർ ഫുഡ് കഴിക്കാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഒരാൾക്ക് 50 രൂപയാണ്, ട്രക്കിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പോയി ടിക്കറ്റ് എടുക്കാം, എന്നിട്ട് നമുക്ക് ഫുഡിന്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഓരോരുത്തരോരുത്തർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുപോയി. അപ്പം നമുക്ക് ഭക്ഷണത്തിന് ചിക്കൻ കറിയുണ്ട്, ചോറ്, കപ്പ, അങ്ങനെ അവിയൽ, തോരൻ, പുളിശ്ശേരി, അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കഥകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അടിപൊളി ടൂർ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മെയിൻ എൻട്രൻസ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ടിക്കറ്റ് എടുത്ത് ഇനി നമ്മൾ അകത്തേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ വന്നപ്പോൾ തന്നെ പറഞ്ഞു, നമ്മുടെ ഈ പഴത്തോട്ടം ഏകദേശം 100 വർഷത്തെ പഴക്കമുണ്ട്. 1922 ഇത് സ്ഥാപിക്കുന്നത്. ഏകദേശം 31 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ ഒരു പഴത്തോട്ടം. ഒരുപാട് ഇനം ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് പേര് തന്നെ അറിയാം, പഴത്തോട്ടം എന്ന് പറയുന്നത് മാവ്, പ്ലാവ്, സപ്പോട്ട, അങ്ങനെ വിദേശത്ത് കാണുന്ന പല ടൈപ്പിലുള്ള വൃക്ഷങ്ങളും അല്ലെങ്കിൽ ഫലങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പം സീസൺ ആയതുകൊണ്ട് മാങ്ങ ഇഷ്ടം പോലെ കായ്ച്ചു കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറിക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ആരും ഒന്നും എടുക്കരുത്. അത് അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക, അതല്ല എങ്കിൽ എടുക്കാതിരിക്കുക. പിന്നെ നമ്മുടെ കണിക്കുന്ന ഇപ്പം വിഷു സമയമാണല്ലോ, അപ്പൊ കണിക്കുന്നൊക്കെ ഉണ്ട്. നല്ലൊരു പച്ചപ്പാണ്, എല്ലായിടത്തും പച്ചപ്പ്. നമുക്ക് പ്രകൃതിയോട് എത്രത്തോളം അടുപ്പിക്കാൻ പറ്റും അത്രത്തോളം അടുപ്പിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. കിളികളും ഒക്കെ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് പൂക്കൾ, ധാരാളം പൂക്കളുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രകൃതിയായിട്ട് അറ്റാച്ച് ആയിട്ട് നിൽക്കാൻ ഒരു താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെടും, അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പഴത്തോട്ടത്തിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. തിരുവിതാംകൂർ രാജഭരണ കാലത്താണ് തുടക്കമിട്ടതെങ്കിലും ഇപ്പോഴുള്ള തമിഴ്നാട് ഗവൺമെന്റിന്റെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇപ്പോൾ നമ്മുടെ ഈ പഴത്തോട്ടം അല്ലെങ്കിൽ ഈ എക്കോ ഫാം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ 33 ഏക്കറിൽ അല്ലെങ്കിൽ 31 ഏക്കറിൽ വിശാലമായ ഒരു ഫാമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പേർക്ക് വന്നാലും ഒരു കുഴപ്പമില്ല. ഇപ്പൊ സ്കൂൾ ടൂർ അടക്കം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് പിള്ളേരെ കാണിക്കാൻ. നമുക്കും പോയി വിസിറ്റ് ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് ഒരുപാട് ട്രാവൽ വ്ലോഗിലൊന്നും നമ്മളിത് കണ്ടിട്ടില്ല. എനിക്കൊന്നും ആരും പോകാൻ താല്പര്യപ്പെടാത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പോയി കണ്ടാൽ ഒരു ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുപോയി കഴിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, നല്ല ക്ലീൻ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പഴത്തോട്ടത്തെ വിശേഷങ്ങളെന്ന്. ഇതേപോലെ ബ്രിഡ്ജൊക്കെ കയറി നമ്മൾ പിന്നെയും മെയിൻ എൻട്രൻസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകുന്നത് എന്താ പറയുക, ഇനി നമ്മൾ കന്യാകുമാരിയുടെ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ. അതിന് മുമ്പേ ഈ ഒരു കാണുന്നത് ഫേണാണ്, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫേൺ. നമ്മൾ ഇന്ന് വരെ കണ്ടില്ലാത്തൊരു ഫേണാണ് ആ കാണുന്നത്. അപ്പം ഇത് തന്നെയാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു.
ഇനി നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡെസ്റ്റിനേഷനാണ് നമ്മൾ കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് പോകുന്നത്. എല്ലാവരും എനിക്കും ഈ ട്രിപ്പിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകുന്നതിലും ആ പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് പോകും. ഇത്രയും കാര്യം നമ്മൾ ദുഃഖപരമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പടത്തോട്ടത്തിന് ശേഷം മൊത്തം ഒരു അടിപൊളി വൈബാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനുണ്ട്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് നമ്മൾ എടുത്തേക്കുന്ന ഓൺലൈൻ ടിക്കറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. 300 രൂപ വരുന്ന ഒരാൾക്ക് 300 രൂപ വരുന്ന ടിക്കറ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ചെന്ന് ഡയറക്റ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യു എന്ന് ഞാൻ പറയുള്ളൂ. കാരണം 300 രൂപ എടുക്കുന്നതാണ് കുറച്ചും കൂടെ കൺവീനിയന്റ് എന്ന് പറഞ്ഞു. മറ്റേ 100 രൂപ ടിക്കറ്റിൽ 150 രൂപ ടിക്കറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യേണ്ടി വരും, ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ അങ്ങനെയുള്ള ഈസി ആയിട്ട് കയറി പോകാം. അപ്പോൾ നമ്മൾ 300 ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ ബോട്ടിനകത്ത് കയറി. എല്ലാവരും എക്സൈറ്റഡ് ആണ്. നമ്മൾ ഈ ഒരു കന്യാകുമാരി ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് നമ്മളെ ഫസ്റ്റ് കന്യാകുമാരിയിൽ നിന്ന് ഇപ്പോൾ എടുത്ത് നമ്മൾ നേരെ ഇനി ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം തീരത്തോട്ട് വിട്ട് നമുക്ക് കന്യാകുമാരി ടൗൺ മുഴുവനും നമുക്ക് ആ കടലിൻ്റെ അക്കരക്കരയിൽ നിന്ന് കാണാം. അപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗ്ലാസ് ബ്രിഡ്ജിൽ പോകുന്നത്. ഇതിനു മുന്നേ നമ്മൾ വിവേകാനന്ദ പാറയിൽ പോയി, പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല തുടങ്ങിയതിന് ശേഷം. ഇതിനു മുന്നേ നമ്മൾ ജസ്റ്റ് വിവേകാനന്ദ പാറ മാത്രമേ പോയി. അവിടെ നിന്ന് ബോട്ടിൽ കയറിയാണ് പിന്നെ തിരുവള്ളൂർ പോകുന്നത്. ഇപ്പം നമുക്ക് തിരുവള്ളൂർ പ്രതിമ കാണാൻ ബോട്ടിൻ്റെ ആവശ്യമില്ല, ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ പോകാം. അതാണ് അവരുടെ ഹൈലൈറ്റ്. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് പണിയതിന് മുന്നെയാണ് വീട്ടിൽ പോയത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടും നമുക്ക് വിവേകാനന്ദ പാറയിൽ പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ലൈഫ് ജാക്കറ്റൊക്കെ ഊരി കൊടുത്തു. ഇനി നമ്മൾ വിവേകാനന്ദ പാറയിലാണ് ആദ്യം നമ്മൾ അത് പഴയതുപോലെ തന്നെയാണ് വിവേകാനന്ദ പാറയിലാണ് ആദ്യം വരുന്നത്. വിവേകാനന്ദ പാറ കാണാം. അപ്പം ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ചെരുപ്പ് അകത്ത് പെർമിറ്റഡ് അല്ല. അപ്പം നമുക്ക് ചെരുപ്പ് വെക്കാനുള്ള ഫ്രീ ആയിട്ട് നമുക്ക് ചെരുപ്പ് വെക്കാൻ പറ്റും, പൈസയൊന്നും കൊടുക്കണ്ട. നമ്മൾ ചെരുപ്പൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ മുകളിലേക്ക് കയറുവാണ്. ഇവിടെയാണ് നമ്മൾ ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലം. അപ്പം തിരക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നതാണ് സേഫ്. അതല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കാം. അതൊക്കെ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ ചെന്ന സമയത്ത് അധികം തിരക്കൊന്നും ഇല്ലെങ്കിലും പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാം. നമ്മൾ ഇവിടേക്ക് ഇരുന്ന് കുറച്ച് നേരം നടന്നിട്ട് നമ്മൾ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് വെച്ചത് പോലും. അപ്പോൾ നമ്മൾ വിവേകാനന്ദ പാറയൊക്കെ പിന്നിലാക്കി നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവാണ്. നമ്മൾ വന്ന എക്സൈറ്റ്മെന്റ് കൂടുകയാണ് കാരണം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ തമിഴ്നാട്ടിൽ ഒരുപാട് വിസ്മയങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പുതിയ വിസ്മയമാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഏകദേശം 77 മീറ്റർ നീളമുണ്ട്. കടലിൽ നിന്ന് 15 മീറ്റർ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നമ്മുടെ കാലിൻ്റെ അടിയിൽ വരുന്ന കടലാണ്. നമ്മൾ കടലിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ അത് ക്ലീനിങ് പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ നടന്നു വരുന്ന കടൽ നമ്മുടെ കാലിൻ്റെ അടിയിൽ കടല, ഗ്ലാസ്സിൽ നമുക്ക് കൂടെ നോക്കുമ്പോൾ കടലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കടലിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതിന് എന്താ പറയാ, ആ ഒരു ഫീലിന് പറയാനായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പ്രൗഡാണോ സന്തോഷമാണോ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഫീലാണ് നമ്മൾ എൻ്റെ മുകളിൽ നിൽക്കുന്നത്. നമ്മുടെ കാലിൻ്റെ അടിയിൽ നമ്മുടെ കടലിൻ്റെ മുകളിൽ നിൽക്കുന്നു എന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ പോകുന്നത് തിരുവള്ളുവർ പ്രതിമ കാണാനാണ്. അപ്പം ഇതും നമ്മുടെ എന്താ പറയുക മഹാ അത്ഭുതങ്ങളിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു നമ്മുടെ മനുഷ്യ നിർമ്മിതിയിൽ ഇത്രയും എന്താ പറയുക അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇനി പിന്നെ എന്ത് കാണാനാ എന്നുള്ളതൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊത്തിയെടുത്ത ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ നമുക്ക് ഒരു നിമിഷമെങ്കിലും ഓർക്കാതിരിക്കാൻ പറ്റും. കാരണം അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക കൺസ്ട്രക്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം ആ തിരുവള്ളൂർ പ്രതിമയുടെ മുകളിലേക്ക് നമുക്ക് കയറി പോകുന്ന വഴിക്ക് കടലിൽ നമ്മൾ എത്രയോ അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ തിരുവള്ളൂർ പ്രതിമയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ദൂരെ വിവേകാനന്ദ പാറ കാണാം. അപ്പം ഞങ്ങൾക്ക് മുമ്പ് ഇവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളും വന്നു, അവരൊപ്പം ജോയിൻ ചെയ്തു. ഇതാണ് നമ്മൾ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ തിരുവള്ളൂർ പ്രതിമയുടെ മുകളിലുള്ള വ്യൂ. ഇതാണ് കാണുന്നത്. അപ്പം നമ്മൾ ആ തിരുവള്ളൂർ പ്രതിമയുടെ ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് അത്രയും ഹൈറ്റ് തോന്നിക്കുന്നത് ഇതാണ് ആ പ്രതിമയുടെ ഒരു കാലെന്നുള്ളൂ. നമ്മൾ മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോക്കി എന്താണ് അതിൻ്റെ ഒരു സൈസിന്, ഈ ഹ്യൂജ് ജൈജാൻറ്റിക് സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ തിരുവള്ളൂർ പ്രതിമയെല്ലാം കണ്ടു. നമ്മളിനി താഴെ ഇറങ്ങുവാണ്. താഴെ വരുന്നതും പോകുന്നതും നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ തന്നെയാണ്. ഇത് നമ്മുടെ വിവേകാനന്ദ പാറയുടെ ഓപ്പോസിറ്റ് മണ്ഡപം. അപ്പം ഈ വിവേകാനന്ദ പാറയിൽ നമുക്ക് ബാക്ക് സൈഡിൽ കൂടെ നടന്നു വരാം. അതായത് ആ സൈഡിൽ കൂടെ നമ്മൾ വന്ന വഴിയിൽ ഇപ്പോഴത്തെ ബാക്ക് സൈഡിൽ കൂടെ നമുക്ക് വന്ന് ഇതാണ് ആ തിരുവള്ളൂർ പ്രതിമ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഇതും നമ്മുടെ വിവേകാനന്ദ പാറ കടലിന്റെ നടുക്ക് തന്നെയാണ്. എല്ലാവർക്കും അറിയാം, ഞാനിപ്പോൾ ബെസ്റ്റ് പറയുന്നു. പിന്നെ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, അതൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട. ജെൻസിനും ലേഡീസും സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ്. പിന്നെ കുടിക്കാനും കഴിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ കൊണ്ടുപോകണം. വെള്ളം എന്തെങ്കിലും കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടി പോവും. വെള്ളം എന്തെങ്കിലും കയ്യിൽ കരുതാം.
അപ്പോൾ നമ്മൾ വിവേകാനന്ദ പാറ, ഗ്ലാസ് ബ്രിഡ്ജ്, തിരുവള്ളൂർ കണ്ടിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ ബീച്ചിലേക്ക് തന്നെയാണ് പോകുന്നത്. കന്യാകുമാരി ബീച്ചിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പോയ അതേ സ്ഥലം തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പം പോകുന്ന വഴിയിൽ 1-2 ചെറിയ കാഴ്ചകളുണ്ട്. അത് നമ്മൾ ഏറ്റവും രസകരമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് മയിലിന് ഇങ്ങനെ കയ്യിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നത്. ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ല. മീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ കന്യാകുമാരി ബീച്ചിലേക്ക് പോകുന്ന വഴി. ആ വൈകുന്നേരം സമയമായിട്ടും സൺസെറ്റ് ആകുന്നുണ്ട്. സൺസെറ്റ് നമ്മൾ 2-3 വീഡിയോ എടുത്തിട്ടുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ നല്ല രീതിയിൽ സൺസെറ്റ് കാണാം. ഇപ്പോഴും ബീച്ച് ഏരിയ ലൈവാണ്, ഓണാണ്. അപ്പോൾ ഒരു 6:30-ക്ക് ശേഷമുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. വിവേകാനന്ദ പാറയുടെയും തിരുവള്ളൂർ പ്രതിമയുടെയും ലൈറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ലൈറ്റിംഗ് എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ നമ്മൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു ഇലക്ട്രിക് വണ്ടി അവിടെ ഉള്ളത്. അപ്പം ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. കാരണം ചില പ്രായമുള്ളവരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ഈ ഒരു ഇലക്ട്രിക് വണ്ടി. ഇത് ചാർജ് വരുന്നത് 10 രൂപയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബീച്ചിനവിടെ നിന്ന് പിക്ക് ചെയ്ത് നമ്മുടെ ബസ്സിനടുത്ത് കൊണ്ടാകും. അപ്പോൾ നമ്മളതെല്ലാം കണ്ട് തിരിച്ച് രാത്രി നമ്മുടെ ബസ്സിലേക്ക് വീട്ടിലേക്ക് വരാൻ. ഇത്രയാണ് നമ്മുടെ കന്യാകുമാരി ട്രിപ്പ്. കണ്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.